സുഹൃത്തുക്കളെ നമസ്കാരം. പ്രശസ്ത തമിഴ് സംവിധായകൻ ശ്രീ ശങ്കറിൻ്റെ ഇന്ത്യൻ ഭാഗം 2 റിലീസായിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷക സമൂഹത്തിന് ചിത്രത്തെ പറ്റിയുള്ളത്. കാരണം ശങ്കർ എന്ന സംവിധായകൻ സിനിമയെ ഗൗരവമായി കാണുന്ന പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ശങ്കറിൻ്റെ 1999 റിലീസായ മുതൽവൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ആസ്വാദനം, ആ ഒരു ഓർമ്മ ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നിങ്ങളിൽ പലരും ഈ ചിത്രം കണ്ടിരിക്കും. അർജുനാണ് നായകൻ. അതായത് ഒരു ദിവസം മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സംഘർഷവും ആ ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളുമാണ് അതിൽ മനോഹരമായി വിവരിച്ചിരിക്കുന്നത്. ശ്രീ KV ആനന്ദാണ് ഛായാഗ്രാഹകൻ. സിനിമയുടെ ആ മൂഡ് അനുസരിച്ചുള്ള ഫോട്ടോഗ്രാഫിയാണ് ശ്രീ ആനന്ദിൻ്റേത്. അന്ന് ഈ ചിത്രം ഒരു പുതുമയായിരുന്നു. മനോഹരമായൊരു ഗാനവും ഈ ചിത്രത്തിലുണ്ട്. 99 ഞാനൊക്കെ അന്ന് തിയേറ്ററിൽ ഈ ചിത്രം കണ്ടത് ഓർമ്മിക്കുന്നു. TV-യേക്കാളും തിയേറ്ററിൽ തന്നെ ഇത് കാണണം, ആ ഒരു ഇഫക്റ്റ് നേടണമെങ്കിൽ. നമ്മളിപ്പോൾ ഏതൊരു തൊഴിലായാലും, കാരണം ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ തൊഴിലാകട്ടെ, ഒരു കണ്ടക്ടറുടെ തൊഴിലാകട്ടെ, ഒരു മേസ്ത്രിയുടെ തൊഴിലാകട്ടെ, ഒരു കയ്യാളിൻ്റെ തൊഴിലാകട്ടെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാകട്ടെ, എല്ലാ തൊഴിലും പുറത്ത് നിന്ന് നോക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക്, ആ കാഴ്ചക്കാർക്കത് വളരെ ഒരു ഈസി പണിയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊന്നും മനസ്സിലായില്ല എന്നുള്ളത് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ ആ ഒരു കസേരയിൽ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ആ വ്യക്തിക്കും മനസ്സിലാവുക. ഒരു സ്വകാര്യ ഡ്രൈവർക്ക് ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ ജോലി എളുപ്പമല്ലേ, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, മറ്റാനുകൂല്യങ്ങളൊക്കെ ഇല്ലേ എന്ന് തോന്നാം. പക്ഷേ അവിടെ പല ഉദ്യോഗസ്ഥരെയും ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർക്ക് തൻ്റെ ഉയർന്ന അധികാരികളെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു സ്വകാര്യ ഡ്രൈവർക്ക് ആ ഒരു പ്രയാസം വരുന്നില്ല. ഇപ്പോൾ ഒരു മേസ്ത്രിയുടെ കയ്യാളിന് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഒരു തൂമ്പ പണി ചെയ്യുന്ന വ്യക്തിക്ക് തോന്നാം. അതേസമയം കോൺട്രാക്ടറുടെ ശകാരവും ആ ഒരു ടൈമിങ്ങും, ആ ഒരു ജോലിയിലെ ടൈമിങ്ങും മറ്റ് പല ഘടകങ്ങളും ഒരു മേസ്ത്രിയുടെ കയ്യാളിനെ സംബന്ധിച്ച് കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് അയാൾക്ക് അറിയാവൂ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ മനോഹരമായൊരു ആഖ്യാനമാണ് അന്ന് ആ സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനമാണ്. ചിത്രത്തെക്കുറിച്ച് ഫ്രെയിം ബൈ ഫ്രെയിമൊക്കെ ഇപ്പോൾ, അല്ലെങ്കിൽ ഷോർട്ട് വൈസ് കാര്യങ്ങളൊക്കെ മറന്നുപോയി, വർഷങ്ങളാകുന്നല്ലോ. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ശങ്കറിൻ്റെ പുതിയ ചിത്രം പ്രതീക്ഷ നൽകുന്നു. നന്ദി, നമസ്കാരം.